എന്ന് പറഞ്ഞ വ്ളോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല. ഇത് പിന്നെ എന്നതാണ് ഈ പ്രൊമോട്ട് ചെയ്തത്? മതിൽ പണിതത് മറുനാടൻ. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? സാജൻസ്കറി ചേട്ടൻ എല്ലാവരെയും പേടിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ? ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നുമില്ലല്ലോ. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? എന്തിനാ ഈ കള്ളം പറയുന്നത്? ഇത് പ്രൊമോഷൻ അല്ലേ? സാജൻസ്കറിയ നിങ്ങൾ എനിക്ക് എത്ര മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ? കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ? അതായത് ചെന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നു. കൊല്ലം സ്തുതിക്ക് കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന്. 24 ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നു അത്. അപ്പോൾ ഷാജൻ സക്രിയ, നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഷാജൻ സക്രിയക്കെതിരെ രൂക്ഷ വിമർശനവുമായി നമ്മുടെ രേണു തങ്കച്ചൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ മോശകരമായ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു. എനിക്ക് മാപ്പ് തരില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു, തമ്പനയിലിട്ടു എന്നൊക്കെ പറഞ്ഞ് രേണു സുധി പറയാണ് താൻ ആരാണ് എനിക്ക് മാപ്പ് തരാൻ എന്നൊക്കെ വളർന്ന് ചോദിച്ച് വളരെ മോശകരമായ രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഷാജൻ സക്രിയ സാറിനെ പോലുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ശ്രുതി നിലയം എന്ന് പറയുന്ന വീട് അവിടെ ഉണ്ടായത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ വീടിൻ്റെ ഭാഗം തന്നെയാണ് ആ വീടിൻ്റെ ചുറ്റുമതിലും. അത് ഷാജൻ സക്രിയ സാറിൻ്റെ പണം കൊണ്ട് തന്നെയാണ് ചുറ്റുമതിൽ പണിതത് എന്ന് ഇവിടെ എല്ലാവരും ഇതിൻ്റെ മുന്നേ തന്നെ വാർത്തയിലും എല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അതിന് ഏകദേശം 2 ലക്ഷം രൂപ വരെ ചിലവ് വന്നു. അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും രേണു സുധിക്ക് മാപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമാണ്. കാരണം ഉണ്ടാക്കി കൊടുത്ത ആരെയാണ് താങ്കൾ തെറി പറയാത്തത് എന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കി തന്ന ഫിറോസ് ഖാനെ നിങ്ങൾ തെറി പറഞ്ഞു, അതിൽ നിന്നും നിങ്ങളെ സഹായിച്ച ആൾക്കാരെ വരെ നിങ്ങൾ തെറി പറഞ്ഞിട്ടുണ്ട്. രേണു സുധി എന്ന് പറയുന്ന ആളുടെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ആരാണോ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് അവർക്കെതിരെ തെറി പറയുക, അവരെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി നാറ്റിക്കുക. അതാണ് രേണു സുധിയുടെ ഒരു ലൈൻ. അങ്ങനെയാണ് നമ്മുടെ ഫിറോസ് ഖാനെ കുറിച്ച് പച്ചത്തെറി പറയുകയും അതിനുശേഷം വീട് ചോരുന്നുണ്ട് എന്ന് പറയുകയും അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സൽപ്പേര് പോയാൽ അദ്ദേഹത്തിന് പുതിയ വർക്കുകളും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതിനെ അത് ബാധിക്കുമെന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു 2600 5000 രൂപ മുടക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് ഇട്ട് ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചു കൊടുത്തു. അതാണ് ഷാജൻ സക്രിയ പറഞ്ഞത്. എന്നോട് കണ്ണീരിന് നിർത്തി എന്ന് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അതെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് രേണു സുധി ഇപ്പോൾ ഒരു ഇതുമായിട്ട് വന്നത്. കാരണം ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ചുറ്റുമതിലാണ്, അത് പൊട്ടിയിട്ടുണ്ട്. അതുകൂടി നന്നാക്കി കിട്ടണമെങ്കിൽ ഇപ്പോൾ ഷാജൻ സക്രിയക്കെതിരെ 10 തെറി പറയണമെന്ന് നന്നായിട്ട് ബോധ്യമുള്ള ഒരാളാണ് രേണു സുധി. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്കൊരു അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ഞാനൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം സുധിയുടെ സാധനങ്ങൾ ചാക്കിൽ കെട്ടി കട്ടിൻ്റെ അടിയിലിട്ടതുമായി ബന്ധപ്പെട്ട് രേണു സുധി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രേണു സുധി അല്ല, ഒരു ചാനൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇത് കണ്ടോ, ഇതാണ് ഈ കവർ. ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത്. അതിനാണ് പറഞ്ഞത് ഞാനത് തള്ളിക്കളഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ഒരു തട്ടുംപുറം ഒന്നുമില്ല ഇത് സൂക്ഷിക്കാൻ. ഞാൻ എന്ത് കളഞ്ഞെന്നാണ് ഇവര് പറയുന്നത്? അത് സൂക്ഷിച്ചു വെച്ചാണോ തെറ്റ്? സ്ഥലമില്ല ഇവിടെ ഒന്നും ആണി അടിക്കാൻ പറ്റും. പപ്പ പറഞ്ഞില്ല ആണിയൊന്നും അടിച്ചു വെക്കാൻ പറ്റൂല. നോർമലി ഒരു സാധനം വെക്കാൻ സ്ഥലമില്ലാതാവുമ്പം കട്ടിലിന്റെ അടി വെക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ വീട്ടിൽ ഒരു സാധനം വെക്കണമെങ്കിൽ ഞാൻ ആരെയൊക്കെ ബോധിപ്പിക്കണം? ഇല്ലേ സുഹൃത്തുക്കളെ, ഞാൻ ഇതേ ചെയ്തുള്ളൂ. ഞാൻ ഇതിൽ കൂടുതലൊന്നും ചെയ്തില്ല. ഞാനൊരു കവറിലിട്ട് വെച്ചതാണ്. അതിന് ഞങ്ങളുടെ നാട്ടിൽ കവർ എന്നല്ല ചാക്ക് എന്നാണ് പറയുക. വാർക്കപ്പണിക്കൊക്കെ വരുന്ന ആൾക്കാർ ഈ സാധനങ്ങളൊക്കെ കവറിൽ ഒരു ചാക്കിലാക്കി കൊണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ചാക്കിൽ കെട്ടി അങ്ങോട്ട് ഇട്ടതാണ്. പിന്നെ പറയുന്നത് കേട്ടാൽ ആ വീട്ടിൽ ആ സാധനം വെക്കാൻ ഒരു സ്ഥലം ഇല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് രേണു സുധിക്ക് കിട്ടിയ എല്ലാ സാധനവും നല്ല വൃത്തിയിൽ മേശപ്പുറത്ത് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. അത് കുട്ടികളാരും തൊടുന്നില്ല, അതാരും പൊട്ടിക്കുന്നില്ല, പേടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. സുധിച്ചേട്ടൻ്റെ സാധനത്തിന് മാത്രം എന്താണ് ഇത്ര പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അത് അവതാരികയും കൂടി പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു കവറിലാക്കി ഇങ്ങനെ കട്ടിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് എറിഞ്ഞതാണ്. എന്താണ് സുധി ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് എന്ന് നീയെങ്കിലും മനസ്സിലാക്കണം. പിന്നെ നിന്റെ വീട്ടിൽ സാധനം വെക്കാൻ നീ ആരൊക്കെ ബോധിപ്പിക്കണമെന്ന് നീ ചോദിക്കുമ്പോൾ നീ ആരെയും ബോധിപ്പിക്കണ്ട. പക്ഷേ ഇത് സുധി എന്ന് പറയുന്നത് ഒരു എല്ലാവരുടെയും സഹായം കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടാണ്. സുധി നിലയം എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ വെക്കാൻ ആ വീട്ടിലൊരു സ്ഥലമില്ല എന്ന് നീ പറഞ്ഞാൽ അതും സാധാരണ വീടല്ല, 10-30 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയൊരു വീടാണ്. എന്നിട്ട് അവിടെ ഒരു 10 ട്രോഫി വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല മലയാളികൾ. നമുക്ക് അത് പോട്ടെ, അതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾ വിലയിരുത്തി കമൻറ്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. അതിനുശേഷം നമ്മുടെ രേണു സുധി ഇപ്പോൾ മറുനാടിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതുകൂടി കേൾക്കാം. അടുത്തത് ആ വീട് മറുനാടൻ്റെ അധ്വാനം. രേണു സുധി വന്ന വഴി മറക്കൽ. ഇതിന് മാപ്പില്ല. എന്ത് മാപ്പില്ലെന്ന് മറുനാടൻ എന്നത്തിന് ഞാൻ മറുനാടനെ
മറുനാടന് ഞാൻ എന്തിനാ എനിക്കെന്തിനാ മാപ്പ് തരാതിരിക്കുന്ന മറുനാടൻ വ്ളോഗറേ എന്നാ പുള്ളിയുടെ പേരെന്താ സാജൻ സ്കറിയ. നിങ്ങൾ എനിക്ക് എന്തിനാ മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ? കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ? നിങ്ങളോട് തന്നെ നിങ്ങൾ ഞാൻ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ, ഒരു ബന്ധവും പ്രശ്നമല്ല, ഒരു ബന്ധവും ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽ പപ്പ പറയും, ബാക്കി മാപ്പാക്കണം ഇനിയൊന്നുമില്ല. രേണു സുധി ഫിറോസിനോടും മറുനാടിനോടും ചെയ്തത് എന്ത് ചെയ്തത്? ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തെന്നാണ് സാജൻ സ്കറിയ പറയുന്നത്? താങ്കൾ എന്താണ് പറയുന്നത്? താങ്കളെ എല്ലാവരും പേടിപ്പിക്കുന്നവരെ എന്നെ പേടിപ്പിക്കാനാണോ വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല. എനിക്ക് മനസ്സിലായില്ല. താങ്കളും ഞാനും തമ്മിൽ എന്താണ് പ്രശ്നം? എന്താണ് ബന്ധം? അടുത്തത് ഫിറോസിന് നന്ദി. കൊല്ലം സുധിയുടെ കൊട്ടാരം പൂർത്തിയായി, ചുറ്റുമതിൽ പണിതത് മറുനാടൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പേരിനില്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതിൽ പണിതതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറുനാടനാ പണിതെന്ന് പറഞ്ഞ് പേര് കൊടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ പേരിനാണോ? അപ്പോൾ പേരിനല്ലേ? നിങ്ങൾ പണിത പേരിനല്ലേ? സൽപ്രവൃത്തിയായിട്ട് പണിത പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത്? അപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ലൈൻ തന്നെയാണ് ഇപ്പോൾ മറുനാടനെതിരെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, മറുനാടൻ പ്രധാനപ്പെട്ട എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടോ വീട് കൊടുത്തത് 24 ആയതുകൊണ്ടോ ഒന്നുമല്ല. ഇപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു നേക്കാണ്. കാരണം ഫിറോസിനെതിരെ 10 തെറി പറഞ്ഞ് ഫിറോസിനെ സമൂഹത്തിൽ നാറ്റിച്ചതിന് ശേഷം, അദ്ദേഹം ഗതികെട്ടതിന് ശേഷം അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കണം ഒരു പ്രശ്നമുണ്ട്, ഒരു ഇമേജിൻ്റെ പ്രശ്നമുണ്ട്. അദ്ദേഹം അവസാനം മാപ്പ് പറഞ്ഞ് അവിടെ ചോർച്ചയല്ല ചുമ്മാനി അടിക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും ക്ലാസ് ഇട്ട പ്രശ്നങ്ങളൊക്കെ തീർത്ത് കൊടുത്തു. ഇനി അടുത്തത് സാജൻ സക്രിയാണ്. കാരണം ഉമ്മാരത്തെ ചുറ്റും അതിൽ പൊട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഒന്ന് നാറ്റിക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിനൊക്കെ ഒരു സ്ഥിതി ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. കീശയിലുള്ള പൈസ കൊടുത്തിട്ട് പട്ടിയെ വാങ്ങിയെന്ന് പറഞ്ഞ പോലെയാണ്. കാരണം എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൽക്കർമ്മമെങ്കിലും ആയേനെ. കാരണം ഇവർക്കിത് ചെയ്ത് കൊടുത്തത് കൊണ്ട് യാതൊരു നന്ദിയും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. പിന്നെ രേണു സുധിയോട് പറയുന്നത്, രേണു സുധിക്ക് അല്ലത് ഉണ്ടാക്കി കൊടുത്തത്, ഇത് സുധിയുടെ 2 മക്കൾക്കാണ്. ഇത് കിച്ചുവാണ് ഇത് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് വക കൊണ്ടേനെ. കാരണം അത് ചെറിയൊരു മോനല്ല, പ്രായപൂർത്തിയായ ഒരു മകനാണ്. എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ വന്ന് പൊതുജനങ്ങളോട് പറയട്ടെ, അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും. അല്ലാതെ ഈ രായ്ക്ക് രാമായണം എന്തെങ്കിലും വിളിച്ചു പറയുന്ന താങ്കളെപ്പോലുള്ള താങ്കളും തങ്കച്ചനും പറയുന്നതൊന്നും പൊതുജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതിൻ്റെ ബാക്കി തങ്കച്ചേട്ടൻ പറയുന്നുണ്ട്, നമ്മുടെ തങ്കച്ചേട്ടൻ, അതുകൂടി ഒന്ന് കേൾക്കാം. സുധിയുടെ കരച്ചിൽ നിർത്തി, അത് സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ. രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ? അയാളൊരു യൂട്യൂബറെ ഉള്ളൂ. ഈ മതിൽ ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത്. ഇതാണ് ഈ നന്മ മരമാകുന്ന സാജൻ കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് ഇപ്പോൾ വിളിച്ചു പറയുന്നു രേണു സുധിയുടെ നാവടക്കി. ഈ സാജൻ സ്കറിയ എന്ന് പറഞ്ഞ യൂട്യൂബറിന് എവിടെ ഈ അധികാരം കിട്ടിയത് നാവടക്കാൻ? വേണുവിൻ്റെ ചാനൽ സ്വന്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ വെറും നികൃഷ്ടം എന്ന രീതിയിൽ, എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബർ ആയ ഈ സാജൻ സ്കറിയൊക്കെ ആരാ? എന്നാ നന്മമരമാണ് ഇവിടെ ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട്. രേണു സുധിയുടെ കരച്ചിൽ നിർത്താൻ സാജൻ സക്രിയ ആരാണ് എന്നൊക്കെയാണ് തങ്കച്ചേട്ടൻ ചോദിക്കുന്നത്. പിന്നെ നന്മമരമായ നമ്മുടെ സാജൻ സക്രിയ സാർ ചെയ്ത് കൊടുത്ത മറുനാടൻ മലയാളം ചെയ്ത് കൊടുത്ത ചുറ്റുമതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. പൊട്ടൽ കണ്ട് ഇതാണോ നന്മമരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ് സാർ, ഇതാണ് നന്മമരം. എന്താണ് കുഴപ്പം? അദ്ദേഹം ഒരു നന്മ വിചാരിച്ച് തന്നെയാണ് പാവപ്പെട്ട സുധി എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് കയറിക്കെടുക്കാൻ ഒരു വീടും അതിന് ഒരു സംരക്ഷണം എന്ന നിലയ്ക്ക് സംരക്ഷണം മതിൽ കെട്ടാൻ വേണ്ടി 2 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ലാഭത്തിൽ നിന്നും അദ്ദേഹം എടുത്തു തന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം നന്മമരം തന്നെയാണ് എന്ന് ഞാൻ ഉറക്കെ പറയും. കാരണം വേറെ എത്ര ആൾക്കാർ ഈ ലോകത്തുണ്ട്. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ തങ്കച്ചേട്ടന് ഇവരോടൊന്നൊരു വിലയില്ലെങ്കിൽ താങ്കളുടെ 2ാമത്തെ കുട്ടിയും ആ വീട്ടിലാണ് താമസിക്കുന്നത്. താങ്കൾ ഇത്രക്കും വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്കൊരു വീടുണ്ടാക്കി കൊടുത്ത്, താങ്കൾക്ക് രേണു സുധിൻ്റെ ഏട്ടത്തിയ ഒരാളവിടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, അവർക്കൊരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെങ്കിലും താമസിക്കാമായിരുന്നു. അതുപോലും താങ്കൾ ചെയ്തിട്ടില്ല. താങ്കൾക്ക് അതിനൊന്നും പ്രശ്നമില്ല. താങ്കൾ ഉണ്ടാക്കിക്കൊടുത്ത മതിലിൻ്റെ പൊട്ടാണ് പ്രശ്നം. അത് ഉണ്ടാവും സാർ. കാരണം നിരത്തിൽ നിന്നും ഒരുപാട് പൊന്തിയാണ് ആ വീട് മണ്ണിട്ട് നികത്തിയതിന് ശേഷമാണ് ചുറ്റുമതിലേക്ക് കിട്ടിയത്. അതിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് നന്നാക്കുക, അതിന് പേച്ച് വർക്ക് ചെയ്യുക എന്നതാണ് നാട്ടിലെല്ലാവരും ചെയ്യുന്ന ഒരു. ശരിക്കും സാജൻ സക്രിയ സാറിനോട് എനിക്ക് പറയാനുള്ള, ഒരു JCB കൊണ്ടുപോയിട്ട് പൊളിച്ച് അങ്ങോട്ട് എറിഞ്ഞു കളയാൻ, എന്നിട്ട് അയാൾ ഉണ്ടാക്കട്ടെ മതിൽ. കാരണം ഇവരെ പോലത്തെ ആൾക്കാർക്കൊന്നും നന്മ അല്ല, എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. തങ്കച്ചേട്ടനും കണക്കാണ്, അവരെ തങ്കച്ചേട്ടൻ്റെ മകളും കണക്കാണ്. 2 ആളും ഒരു ചക്കിക്കൊത്ത ചങ്കര എന്ന് പറഞ്ഞ പോലുള്ള കണക്കാണ്. അവർ കുറ്റം പറിച്ചിൽ നല്ല വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇതുവരെ ഒരു നല്ല വാക്ക് ആ തൊള്ളയിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നല്ലത് എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പറഞ്ഞാലല്ലേ നല്ലത് എന്ന് പറയും. അത് ഇതുവരെ
ഉണ്ടായിട്ടില്ല. അവർക്ക് അവരുടെ കാര്യം അത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ലൈൻ മാത്രമാണ് അവർ പുറത്തേക്ക് വിടുന്നത്. 24-ൻ്റെ മാത്രം വീട് എന്നൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഫിറോസ് ഖാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ പേഴ്സണൽ ലാഭത്തിൽ നിന്ന് ഏകദേശം 5 ലക്ഷത്തോളം രൂപ ആ വീടുണ്ടാക്കാൻ വേണ്ടി ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ 100% പിന്നെയും ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും അതുപോലെ നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ആ വീട്ടിലേക്ക് സഹായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സാജൻ സക്രിയയും സഹായിച്ചിട്ടുണ്ടാവാം. ഒരിക്കലും 100% അത് 24 എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ മാത്രം വീടല്ല, അതിൽ ഒരുപാട് ആൾക്കാരുടെ സഹായമുണ്ട് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എല്ലാവരുടെയും ഒരു സഹായത്തിൻ്റെ ഒരു ബാക്കിഭാഗമാണ് നിങ്ങൾക്ക് സുധിനിലയം എന്ന് പറയുന്ന വീട്. അതുണ്ടാക്കി തന്നവരോട് ഇനിയെങ്കിലും നിങ്ങൾ വെറുപ്പ് കാണിക്കാതെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്തെങ്കിലും ന്യൂനതകൾ ആ വീടിനുണ്ട് എങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും അതുണ്ടാക്കി തന്നത് ആരാണോ, അതിൻ്റെ കാരണവരാരാണോ അവർ അവിടെ വന്നുകൊണ്ട് അത് നന്നാക്കി അതിനെ റിപ്പയർ ചെയ്തുകൊണ്ട് നല്ല ഒരു നിലയിലേക്ക് അത് എത്തിച്ചു തരുന്നതായിരിക്കും. അല്ലാതെ നാവെടുത്തുകൊണ്ട് ഇത്തരം തെറിയും വെല്ലുവിളിയും അതുപോലെ തന്നെ പ്രാക്കുകളും നടത്തിയത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. തങ്കച്ചേട്ടനും തങ്ങളുടെ മകളും തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് തിരുത്തി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് പറയാൻ. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.